ഹായ്. അപ്പോൾ ഇവിടെ ഇപ്പം സമയം ഒരു വൈകുന്നേരം 5:30 6 മണിയാവാറായി കേട്ടോ. എനിക്ക് കുറേ നേരമായിട്ട് ഭയങ്കര തലവേദന. എന്തോ പതിവില്ലാതെ ഈ സമയത്ത് അങ്ങനെ തലവേദനയൊന്നും എടുക്കുന്നതല്ല. എന്തോ പറ്റിയോ എന്തോ. അപ്പോൾ വിചാരിച്ചു നല്ല ചൂടോടൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കാം. കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ തലവേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. കട്ടൻ ചായ ഇടാനിപ്പോൾ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളമൊക്കെ വെച്ചു. വെള്ളം ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് തേയിലയൊക്കെ ഇട്ടു. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇട്ടാൽ വെള്ളം പെട്ടെന്ന് തിളയ്ക്കും കേട്ടോ. അങ്ങനെ എൻ്റെ കട്ടൻ ചായ തിളയ്ക്കാറായി. തിളയ്ക്കിങ്ങനെ വന്നു. നന്നായിട്ട് തിളച്ചു കേട്ടോ. അപ്പോൾ ഇനി എന്താ, ഇതിന് വേറൊരു പാത്രത്തിലോട്ട് അരിച്ച് കട്ടൻ ചായ ഒഴിച്ച് കുടിക്കണം, അത്രയേ ഉള്ളൂ. ഇന്ന് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഇവിടെ കപ്പപ്പുഴുക്കും മുളക് ചമ്മന്തിയുമാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുമ്പം നമ്മുടെ കാന്താരി ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതെ, ഈ ചമ്മന്തിയും നമ്മുടെ കപ്പപ്പുഴുക്കിൻ്റെ കൂടെയും എല്ലാ പുഴുക്കിൻ്റെ കൂടെയും അടിപൊളിയാട്ടോ. അപ്പം ഈ ചമ്മന്തി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. വേറെ ഒന്നുമില്ല, കുറച്ച് മുളക് പൊടി, ഉപ്പ്, നമ്മുടെ വെളിച്ചെണ്ണ, ഇതിൽ മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ടോ കപ്പപ്പുഴുക്കും ഈ മുളക് ചമ്മന്തിയും നല്ലൊരു കട്ടൻ ചായയും. ഇത് നമ്മുടെ കപ്പപ്പുഴുക്ക്, പിന്നെ നമ്മുടെ ചമ്മന്തി, നമ്മുടെ കട്ടൻ ചായ, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി കഴിച്ചു നോക്കിയാലോ, ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? ആയോ? അപ്പം ഞാൻ ഫസ്റ്റ് ഇതേ കപ്പപ്പുഴുക്കും ചമ്മന്തിയും കൂടെ കഴിച്ചു നോക്കാൻ പോവാണേ. കഴിച്ച് നോക്കാനൊന്നുമില്ല, നമ്മളിവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. അടിപൊളിയാണ്, വേറെ ഒന്നും പറയാനില്ല. അടിപൊളിയാണ് കപ്പപ്പുഴുക്കും ഈ മുളക് ചമ്മന്തിയും. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കട്ടൻ ചായയും കൂടെ കുടിക്കണം, എന്നാലാണ് സെറ്റ്. ഇതിനിടയ്ക്ക് എൻ്റെ തലവേദന ഇങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.